ഹായ് മക്കളെ, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്ക് എജുപോർട്ടിന്റെ ഷുവർ ക്വസ്റ്റ്യൻ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് 7th ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ മോസ്റ്റ് റിപ്പീറ്റഡ്, നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ അല്ലെ, ഒരുപാട് വർഷങ്ങളിൽ അല്ലെങ്കിൽ ഇനിയും ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഇനി ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റിയ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് 7ാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കാണുന്ന പോലെ തന്നെ, ആൻഡ് ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗരൻ അല്ലെ, വിജയനഗര സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ 7ാമത്തെ ചാപ്റ്റർ പഠിച്ചത്. ഇനി അതിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവിടുത്തെ കിങ്സ് ആൻഡ് ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വ്യാപാരത്തെയാണ് എന്തെന്ന് പറയുന്നത്, ട്രേഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വ്യാപാരത്തെ, കച്ചവടത്തെയാണ് പറയുന്നത്. അപ്പോൾ അവിടുത്തെ രാജാക്കന്മാരെ പറ്റിയിട്ടും അതുപോലെ തന്നെ വ്യാപാരത്തെ പറ്റിയിട്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മക്കളെ, അവിടുത്തെ രാജാക്കന്മാരെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് ട്രേഡിനെ പറ്റി നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ട്രേഡ് എന്ന് പറഞ്ഞ കുതിരയാണ്, കുതിരപ്പടയായിരുന്നു, കാവലറി ആയിരുന്നു എന്തെന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ ഒരു എന്തെന്ന് പറയാം, മെയിൻ ആയിട്ടുള്ള ഒരു ഇത്. അതിനു വേണ്ടിയിട്ട് തന്നെ എവിടെ നിന്നാണ്, ഇതാ കണ്ടോ മക്കളെ, ഫ്രം അറേബ്യ ആൻഡ് സെൻട്രൽ ഏഷ്യ, മധ്യേഷ്യയിൽ നിന്നും അറേബ്യയിൽ നിന്നുമാണ് ഈ നല്ല ഇനം ഗുഡ് ബ്രീഡ് എന്ത് കൊണ്ടുവന്നത്, ഹോഴ്സ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ എന്താ പറയുക, കുതിരനെ കൊണ്ടുവന്നത്. അതുപോലെ തന്നെ അങ്ങനെ കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിൽ കൂടുതലും ഈ കച്ചവടം നന്നായിട്ട് നോക്കിയത് അറബ് വ്യാപാരികളായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ കൂടുതലും നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നത് ജനറലി കൺട്രോൾഡ് ബൈ അറബ് ട്രേഡേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ കുതിര കച്ചവടം ചെയ്യുന്നവരെ അറിയപ്പെട്ടിരുന്ന പേരുണ്ടായിരുന്നു കുതിരച്ചെട്ടീസ് എന്നാണ് അറിയപ്പെടുന്നത്, കുതിരച്ചെട്ടീസ് എന്നാണ് അറിയപ്പെട്ടത്. പിന്നീട് അതുപോലെ തന്നെ മക്കളെ, വാസ്കോ ഡ ഗാമയുടെ വരവോടുകൂടി ആരും വന്നു, പോർച്ചുഗീസുകാരും ഈ രംഗത്തെത്തി. അതുപോലെ തന്നെ പിന്നെ അവർ ചെയ്തിരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം പ്രീഷ്യസ് സ്റ്റോൺസ്, നമ്മളെ രത്നക്കല്ലുകളില്ലേ, അതുപോലെ തന്നെ ക്ലോത്ത്, വസ്ത്രങ്ങൾ, പെർഫ്യൂംസ്, ഇതൊക്കെ സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഈ ട്രേഡ്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കളെ, നമ്മുടെ മോഡൽ എക്സാമിനും അതുപോലെ തന്നെ പല എക്സാമിലും ചോദിച്ചിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ കൃഷ്ണദേവരായർ. ഓർമ്മ ഉണ്ടോ? കൃഷ്ണദേവരായർ ഓർമ്മ ഉണ്ടോ? കൃഷ്ണദേവരായരാണ് നമ്മുടെ വിജയനഗര എംപയറിലെ ഒരു ഫേമസ് റൂളർ എന്ന് പറയുന്നത്. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ അപ്പോൾ കൃഷ്ണദേവരായർ ചെയ്തു കൂട്ടിയ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുത്താൽ നല്ല മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏതെന്ന് പറയുന്നത്. കൃഷ്ണദേവരായർ വാസ് ദ ഫേമസ് റൂളർ ഓഫ് വിജയനഗരം. വിജയനഗരത്തിലെ പ്രശസ്തനായിട്ടുള്ള ഒരു റൂളറാണ് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്, കൃഷ്ണദേവരായർ. അതിനൊന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞത്. അപ്പൊ കൃഷ്ണദേവരായർ തുളു വംശത്തിലുള്ളതായിരുന്നു. നമ്മൾ പറഞ്ഞ സംഗമ, അതൊക്കെ പറഞ്ഞില്ലേ, സംഗമ, തുളുവ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലെ ഡൈനാസ്റ്റി, അരവിടു. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എന്താ വെച്ചാൽ, അദ്ദേഹം മക്കളെ എക്സ്ട്രാ ഓർഡിനറി കറേജ് ഉള്ള ആളാണ്. എന്ന് വെച്ചാൽ ആപത്ഘട്ടങ്ങളിൽ ഒരു എക്സ്ട്രാ ധൈര്യം വരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, കൃഷ്ണദേവരായർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ഗിവൺ ഡെവലപ്മെന്റ് ആൻഡ് ഇന്റഗ്രേഷൻ, ഏകീകരണം, എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതുപോലെ തന്നെ ഒരു എന്ത് വേണം, ഡെവലപ്മെന്റ്, വികസനം കൊണ്ടുവന്നിരുന്നു. അതുപോലെ തന്നെ കലാപം ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് വെയർ റൂത്ത്ലെസ്ലി സപ്രസ്ഡ് എന്നാണ്. കലാപം ഉണ്ടാക്കുന്നവരെ അദ്ദേഹം അങ്ങോട്ട് നിർത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലൊക്കെ കലാപം ഉണ്ടാക്കാറില്ല പലരും, ഇപ്പൊ ജയിലിൽ അടക്കാറില്ല, അതുപോലെ തന്നെ നിഷ്ക്രൂരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ചമർത്തിയിരുന്നു. പിന്നെ അദ്ദേഹം എങ്ങനെയുള്ളവരായിരുന്നു മക്കളെ, പല സ്ഥലങ്ങൾ അദ്ദേഹം പിടിച്ചടക്കുന്ന ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കണേ. സാമന്തരാജിത, ഇവിടുത്തെ ശിവസമുദ്ര കോട്ടയും പെനുകോട്ടയും തുംഗഭദ്ര സമുദ്രത്തിലെ പ്രധാന കോട്ടയായ റൈച്ചൂറും ഇതൊക്കെ അദ്ദേഹം പിടിച്ചടക്കിയിരുന്നു. ആ കാര്യങ്ങളും അതിലേക്ക് വരണം ആ ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ ബിജാപ്പൂർ സുൽത്താനെ പരാജയപ്പെടുത്തിയ കാര്യം വരണം. അതുപോലെ തന്നെ ഗുൽബർഗ്, ബീഡാർ, ഈ സ്ഥലങ്ങളൊക്കെ അദ്ദേഹം പിടിച്ചടക്കിയിരുന്നു. ഇനി അദ്ദേഹം ഈ യുദ്ധങ്ങളൊക്കെ നടത്തിയിരുന്നാൽ പോലും പ്രോസ്പെരിറ്റി ആൻഡ് പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യവും സമാധാനവും തൻ്റെ സാമ്രാജ്യത്തിൽ കൊണ്ടുവരാൻ നിരന്തരമായി ശ്രമിച്ചിരുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കൃഷ്ണദേവരായർ. അദ്ദേഹം സ്കോളർ ആൻഡ് ആർട്ടിസ്റ്റ്, അവരെന്ത് ചെയ്തിരുന്നു, ഈ സ്കോളറിനെ, പണ്ഡിതന്മാരെയും ഈ കലാകാരന്മാരെയും അദ്ദേഹം നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ കൊട്ടാരത്തിൽ തന്നെ എന്തുണ്ടായിരുന്നു, അഷ്ടദിഗജാസ് അല്ലെങ്കിൽ അഷ്ടദിഗജസ് എന്നറിയപ്പെടുന്ന 8 പോയിറ്റ്സ്, 8 ഫേമസ് പോയിറ്റുകൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. 8 കവികൾ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കായിരുന്നു അമുക്തമാലിത, അതും നോട്ട് ചെയ്ത് വരണം. പിന്നെ അതുപോലെ തന്നെ ഒരു അനദർ ഇമ്പോർട്ടൻറ്റ് വർക്ക് ഈസ് ഉഷാ പരിണയം, ഉഷാ പരിണയത്തിലും ഉണ്ടായിരുന്നു കേട്ടോ. അമുക്തമാലിത, ഉഷാ പരിണയം, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ഇതുണ്ടായിരുന്നു ഒരു മനുചരിതം എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ അല്ലായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസിദ്ധനായിട്ടുള്ള ഒരു തെലുങ്ക് കവി ഉണ്ടായിരുന്നു, തെലുങ്ക് പോയിറ്റ് ഉണ്ടായിരുന്നു, അല്ലാസാനി വെഡണ്ണ എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ ഒരു വർക്ക്സാണ് ഏതെന്ന് പറയുന്നത്, ഈ മനുചരിതം എന്ന് പറയുന്നത് കേട്ടോ. ആ കാര്യങ്ങൾ. പിന്നെ അതേപോലെ തന്നെ അമ്മയുടെ പേരിൽ, ഈ കൃഷ്ണദേവരായരുടെ വലിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന കേട്ടോ, 4 to 6 മാർക്ക് വരെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അമ്മയുടെ പേരിനെ സൂചിപ്പിക്കുന്ന ഒരു ചെറു പട്ടണം തന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ ടൗൺ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ആ ടൗണിന്റെ പേരെന്തായിരുന്നു, നാഗലാപുരം എന്നായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് അമരനായക സിസ്റ്റത്തെ പറ്റിയിട്ട്. മക്കൾ, അമരനായക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മിലിറ്ററികളെ പറയുന്നതാണ് ഈ അമരനായക എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഡൈനാസ്റ്റിയിലുള്ള റൂളേഴ്സ് എന്തായിരിക്കും, ഒരു സ്ഥലം ആർക്ക് കൊടുക്കും, ഈ
പട്ടാളക്കാർക്ക് കൊടുക്കും. ഈ പട്ടാളക്കാർക്ക് കൊടുത്തിട്ട് എന്തായിരിക്കും, അവിടുത്തെ സ്ഥലങ്ങൾ ടാക്സ് കളക്ട് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള അനുമതി ആർക്ക് കൊടുത്തിരുന്നു, ഈ അമരനായകാസിന് കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ അമരനായകാസ് ഈ കിട്ടുന്ന പൈസ എന്താ സ്വന്തം ആവശ്യങ്ങൾക്കും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ എന്തിനു വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് ഓഫ് കാവലറി ആൻഡ് എലിഫൻസ്, അശ്വസേനക്ക് അല്ലെങ്കിൽ കുതിരപ്പടക്കും അതുപോലെ തന്നെ അവരുടെ ആനപ്പടയും അല്ലെങ്കിൽ ആനൻ്റെ തീറ്റ കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ എമൗണ്ട് ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ വർഷം തോറും എന്ത് ചെയ്യുന്നു, അമരനായകന്മാർ ഗിവ് ട്രിബ്യൂട്ട് ആൻഡ് ഗിഫ്റ്റ്സ് ദി കിങ്, രാജാവിന് ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതെന്ത് ചെയ്യണം, അത് അമരനായക ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. പിന്നെ വരുന്ന സംഭവമാണ് മഹാനവമി ദിബ്ബ. പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മഹാനവമി ദിബ്ബ. ഞാൻ ക്വസ്റ്റ്യൻ ഇതിൽ എഴുതിയിട്ടില്ല. മഹാനവമി ദിബ്ബ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. മഹാനവമി ദിബ്ബ 4 മാർക്ക് 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബ എന്താണ്, ഈ കെട്ടിടങ്ങളിൽ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ബിൽഡിങ്സ് ഈസ് ദ റോയൽ പാലസ്, ലാർജസ്റ്റ് ഏറ്റവും വലിയ ലാർജസ്റ്റ് ആയിട്ടുള്ള ഒരു റോയൽ സെൻ്റർ ആണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ മഹാനവമി ദിബ്ബ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പേരുകൾക്ക് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് ദി ബിൽഡിങ്സ് ആൻഡ് ഇറ്റ്സ് യൂസ്, ഇതിൻ്റെ ഉപയോഗവും അതിൻ്റെ ഷേപ്പുമാണ് ഈ മഹാനവമി ദിബ്ബ എന്നുള്ള പേര് തന്നെ വരുന്നത്. ഇവിടെ രാജാവ് താമസിച്ച് എന്നുള്ളതിന് എന്തില്ല, ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല അങ്ങനെ രാജാവ് താമസിച്ച് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 കെട്ടിടങ്ങൾ മഹാനവമി ദിബ്ബ അതുപോലെ തന്നെ ശ്രോതാക്കളുടെ സഭ എന്ന പേരിലൊക്കെ ഇതിനറിയപ്പെടുന്നുണ്ട്. അപ്പം മഹാനവമി ദിബ്ബ മക്കളെ നന്നായിട്ട് എന്ത് ചെയ്യണം, നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ചാപ്റ്ററാണ് ചാപ്റ്റർ 8. ഇതിലെ ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാം. പെസൻസ്, ജമീന്ദാർ ആൻഡ് ദി സ്റ്റേറ്റ്, കൃഷിക്കാർ ജമീന്ദാർ, ഈ മുഗൾ കാലഘട്ടത്തിലെ കൃഷിക്കാരെ പറ്റിയിട്ട് ജമീന്ദാറുകളെ പറ്റിയിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ആരാണ് കുതുകഷ്ട പൈകഷ്ട അല്ലേ? വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ കുതുകഷ്ട പൈകഷ്ട? മക്കളെ സിമ്പിളായിട്ട് മനസ്സിലാക്കി, കുടുകഷ്ടയിൽ കുടുണ്ട് അല്ലേ, അപ്പോൾ കുടുംബമുള്ളവരാണ് കുടുകഷ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമുള്ളവർക്ക് എന്തുണ്ടായിരിക്കും, എടാ നമുക്കൊരു കുടുംബം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരായിരിക്കും ഇല്ല, നമുക്കൊരു വീടുണ്ടാവും സ്ഥലം ഉണ്ടാവും അല്ലേ, അത് തന്നെയാണ്. പിന്നെ നമ്മൾ നാട്ടിൽ തന്നെ ജോലിയൊക്കെ ചെയ്ത് നമുക്കൊരു എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നുള്ള ഫീൽ വരും. അപ്പോൾ കുടുകഷ്ട കുടുംബമുള്ളവർ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ കുതുകഷ്ട എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുഗളന്മാരുടെ അടുത്തുള്ള പെസൻസിനെയാണ് കുതുകഷ്ടയും പൈകഷ്ടയും എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് എന്ത് ചെയ്തത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ കുതുകഷ്ട വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് എന്തുണ്ടായിരുന്നു, സ്വന്തമായി കൃഷിഭൂമി ഉണ്ടായിരുന്നു. എന്നാൽ സ്വന്തമായി ഭൂമി ഇല്ലാത്തവരാണ് ആര്, പൈകഷ്ട. നെഹി എന്ന് പറയാറില്ല ഇന്ത്യയിൽ, നെഹി അങ്ങനെ ആലോചിച്ചാൽ മതി, ഒന്നുമില്ല, അവർക്ക് സ്വന്തമായി ഭൂമിയില്ല, മറ്റുള്ളവരുടെ ഭൂമിയിൽ അവരൊരു കരാർ അടിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, കൃഷി ചെയ്തിരുന്നത്. അപ്പോൾ പൈകഷ്ട കുതുകഷ്ട അത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ജിൻസി കാമിൽ എന്താണ്, വാട്ട് മീൻ ബൈ ജിൻസി കാമിൽ? ഈ വേർഡ് നമ്മൾ മുഗൾ കാലഘട്ടത്തിൽ എപ്പോഴും കേട്ടുവരാണ്ട് ജിൻസി കാമിൽ 2 മാർക്കിനെ ചോദിക്കുള്ളൂ. പക്ഷെ അതും 2 മാർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വാല്യബിൾ ആയിട്ടുള്ള ഒരു മാർക്ക് തന്നെയാണ്. എന്താണ് ജിൻസി കാമിൽ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ക്രോപ്സ് അല്ലെങ്കിൽ സമ്പൂർണ്ണ വിളകൾ എന്നാണ് പറയാം. എന്ന് വെച്ചാൽ മുഗൾമാർ പറഞ്ഞു ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്താലേ നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റുള്ളൂ, എന്ന് വെച്ചാൽ നാണ്യവിളകൾ കൃഷി ചെയ്താലേ നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പരുത്തിയും കരിമ്പും കൃഷി ചെയ്യിപ്പിക്കുക. ആ പരുത്തിയെയും കരിമ്പിനെയും അല്ലെങ്കിൽ നമ്മുടെ കോട്ടനെയും ഷുഗർ കെയിൻ അറിയപ്പെടുന്ന പേരാണ് പെർഫെക്റ്റ് ക്രോപ്സ് അല്ലെങ്കിൽ സമ്പൂർണ്ണ വിളകൾ എന്ന് പറയുന്നത്. ഇനി അഗ്രേറിയൻ സൊസൈറ്റിയിലെ വുമൻസിന്റെ റോൾ എന്തൊക്കെയാണ്? അഗ്രേറിയൻ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ മുഗൾ കാലഘട്ടത്തിലെ കാർഷിക രംഗത്തുണ്ടായ സ്ത്രീകളുടെ പങ്ക് എന്തൊക്കെയാണ്? സ്ത്രീകൾ എന്ന് പറയുന്ന മക്കളെ സ്വാഭാവികമായിട്ട് അവിടുത്തെ പുരുഷന്മാരോട് കൂടി തന്നെ തോളോട് ഷോൾഡർ ടു ഷോൾഡർ എന്നാണ്, തോളോട് തോൾ ചേർന്നിട്ട് തന്നെ പണിയെടുത്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ പുരുഷന്മാരെന്ത് ചെയ്യുന്നു, ഈ സ്ത്രീകളാണ് വിത്തൊക്കെ എന്ത് ചെയ്യുന്നത് ഇട്ടിരുന്നതും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ പുരുഷന്മാരെന്തായിരിക്കും ഈ ഉഴുതു മറിക്കാനൊക്കെ തുടങ്ങും. പിന്നെ അവർക്കുണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആർത്തവ സമയത്ത് അല്ലെങ്കിൽ മെൻസ്ട്രൽ സമയത്തൊക്കെ അവരോട് വെറ്റില തോട്ടങ്ങൾ, ബംഗാളിലെ വെറ്റില തോട്ടങ്ങളിലൊന്നും എന്തുണ്ടായില്ല, അവർക്ക് എൻട്രി ചെയ്യാനുള്ള നോ എൻട്രി ആയിരുന്നു. അതൊരു പ്രശ്നം തന്നെയാണ് അല്ലേ, അവർ ഇത്രയൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ തന്നെ കൃഷി ഉപകരണങ്ങളിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, തൊടാൻ പാടില്ല. എപ്പോൾ സ്ത്രീകൾ പീരീഡ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആർത്തവ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അവർ ചെയ്തു കൊടുക്കുന്ന പല കാര്യങ്ങളാണ് മക്കളെ ക്ലേ ഫോർ പോട്രി ആൻഡ് എംബ്രോയിഡറി എന്ന് വെച്ചാൽ എന്താണ് മക്കളെ, ഈ വസ്ത്രത്തിൽ എന്താണ് നമ്മളെ വസ്ത്രത്തിൽ ഇതൊക്കെ ചെയ്യാറില്ല, മറ്റേ ചിത്രം തുന്നൽ. ഇപ്പോൾ നമ്മുടെ അവിടെ എജുപോട്ടിൻ്റെ ടീഷർട്ടിൻ്റെ അവിടെ എജുപോട്ട് എന്നുള്ളതുണ്ടാവും, അത് പ്രിൻറ്റിംഗ് ആണ്. പക്ഷെ എന്നാലും എംബ്രോയിഡറി വർക്കൊക്കെ ഉണ്ടാവും, നമ്മളെ ചുരിദാർ ഡ്രസ്സുകളൊക്കെ പല ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ സാധനങ്ങൾ, കളിമണ്ണ് അരിക്കൽ, കുഴക്കൽ, ഇതൊക്കെ ആര് തന്നെയാണ്, സ്ത്രീകളാണ്. അത് മാത്രമായിരുന്നില്ല, സ്ത്രീകൾ പിന്നെ ഈ ഓണർമാരുണ്ടാവില്ല, ഭൂമിയുടെ ഓണർമാർ, അവരുടെ വീടുകളിൽ പണിക്ക് പോയിരുന്നു, മാർക്കറ്റിൽ പണിക്ക് പോയിരുന്നു. ഇതൊക്കെ അക്കാലത്തെ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിന്. പിന്നെ അതുപോലെ തന്നെ ജമ ആൻഡ് അസിൽ. വാട്ട് ഈസ് ജമ ആൻഡ് അസിൽ അല്ലെങ്കിൽ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ജമ ആൻഡ് അസിൽ? മക്കളെ ജമ എന്ന് പറഞ്ഞാൽ ഒരു നികുതി ടാക്സ് കളക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു വാക്കാണ് ഏത്, ജമ ആൻഡ് അസിൽ എന്ന് പറഞ്ഞാൽ. ജമ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യ ഘട്ടം ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയും ഈ ഭൂമിയിൽ നിന്നൊരു 100 രൂപ കളക്ട് ചെയ്യാം അല്ലേ,
അങ്ങനത്തെ ആദ്യഘട്ടത്തെ പറയുന്ന പേരാണ് ജമ എന്ന്. ഇനി കറക്റ്റായിട്ട് 100 രൂപ പിരിച്ചെടുത്ത് നമ്മൾ ആ 100 രൂപ പിരിക്കാന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് ആ ഭൂമിയിൽ പോയിട്ട് നമ്മൾ ഒരു 100 രൂപ പിരിച്ചെടുത്ത് കിട്ടുന്ന അവസാന സംഖ്യ നമ്മൾ ഒറിജിനൽ പിരിവിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഹസിൽ എന്ന് പറയുന്നത് കേട്ടോ. ജമ ആൻഡ് ഹസിൽ, യഥാർത്ഥ പിരിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹസിൽ എന്നും. എത്ര കളക്ട് ചെയ്യാന്നുള്ള ഒരു എന്തെന്ന് പറയാ, നമുക്കൊരു അസസ്മെന്റ് ഉണ്ടാവും അല്ലേ, അതാണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ജമ എന്ന് പറയുന്നത്. ഇനി ലിമിറ്റേഷൻസ് ഓഫ് ഐനി അക്ബരി, ഇതും 4 മാർക്കിന് ചോദിക്കാനുള്ള. അപ്പോൾ വേറൊരു ചാപ്റ്ററിൽ നമ്മുടെ ഐനി അക്ബറിൻ്റെ തന്നെ ചോദിക്കുന്നുണ്ട്, അബുൽ ഫസൽ എഴുതിയ കാര്യങ്ങളൊക്കെ വേറെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാലും റൈറ്റ് ദി ലിമിറ്റേഷൻസ് ഓഫ് ഐനി അക്ബരി ഒരു വർഷത്തിലെ 1-2 വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഐനി അക്ബരി. ഐനി അക്ബരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അക്ബർ നാമയിലുള്ള ഒരു 3ാമത്തെ വകഭേദമാണ് ഇതെന്ന് പറയുന്നത് ഐനി അക്ബരി. ഐനി അക്ബരിയിൽ ഒരുപാട് എന്തുണ്ട്, ഇങ്ങനെ എഴുത്തിൽ കണക്കുകളൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട്, പിശുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലെന്ത് പറഞ്ഞിട്ടില്ല, കൂലിയും അതുപോലെ തന്നെ വേജസും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും എഴുതിൽ പെടുത്തിയിട്ടില്ല, അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ബംഗാൾ ആൻഡ് ഒറീസയിലെ ഇൻഫർമേഷൻ, ജമീന്ദാറുകളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഈ ഐനി അക്ബരിയിൽ കൊടുത്തിട്ടില്ല. എന്നിരുന്നാൽ പോലും ഐനി അക്ബരി അടിപൊളി തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ കുറച്ച് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാനുള്ള, അല്ലെങ്കിൽ മോസ്റ്റ് റിപ്പീറ്റഡ് എന്ന് വിചാരിച്ച മക്കളെ ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ A+ കിട്ടോ, ആ രീതിയിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന സാറേ ഇത് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കമന്റിൽ ഫുൾ തന്നെ ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല മക്കളെ, ഇത് ഷുവറായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. കാരണം +1 കൊടുത്തപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് അത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ തന്നെ ആയിരിക്കും. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ബാക്കിയുള്ള ലൈവിലും ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യും, നമ്മുടെ ലൈവിൽ, അതാത് ദിവസങ്ങളിൽ ലൈവിൽ, നമ്മുടെ മാരത്തോൺ ലൈവിലും റോക്കറ്റ് ലൈവിലൊക്കെ ആയിട്ട് നമ്മളെന്തായിരിക്കും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ചാനൽ അറിയാത്ത ആളുകളൊക്കെ എന്താ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെ നിങ്ങൾ വിട്ടുകൊടുക്കുക. എല്ലാവരും നമ്മളെ കൂടെ അടിപൊളി മാർക്ക് വാങ്ങാൻ കഴിയട്ടെ. സെറ്റാക്കുക, ഹാപ്പി ആയിരിക്കുക. ബൈ ബൈ.